بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ പ്രാർത്ഥന അല്ലാഹു ദുആ ചെയ്യാൻ കൽപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. ഖുൽ, നബിയേ അങ്ങ് ദുആ ചെയ്തോളണേ. റോമാ സാമ്രാജ്യത്തിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്ന തന്റെ അനുയായികളും താനും റോമാ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് അവരോട് യുദ്ധത്തിന് പോകുന്ന സമയത്തും മറ്റുമൊക്കെ അവരോട് ജയിക്കാൻ അങ്ങ് ദുആ ചെയ്തോ നബി. പ്രാർത്ഥനയാണ് കവചം. ഖുൽ, അങ്ങ് പറഞ്ഞോളൂ, ദുആ ചെയ്തോളൂ. എന്ത്? അല്ലാഹുമ്മ മാലികൽ മുൽക്ക്, രാജാതിരാജനായ അല്ലാഹുവേ. ഇത് നബിയോടാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. ഖുൽ, നബിയെ അങ്ങ് പറയണേ, ദുആ ചെയ്യണേ. എന്താണ് ദുആ? അല്ലാഹുമ്മ മാലികൽ മുൽക്ക്, മാലികൽ മുൽക്ക്, സകലാധികാരത്തിന്റെയും ഉടമസ്ഥനായ നാഥ, ഈ ലോകം അടക്കി ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ജഗനിയന്താവായ അല്ലാഹ്, തുഅ്തി, നീയാണ് നൽകുന്നത്, അൽ മുൽക, അധികാരത്തിന്റെ കസേര നൽകുന്നവൻ നീയാണ്, ലിമൻ യശാ മൻ യശാ, നീ വിചാരിച്ചവർക്ക് നീ അധികാരത്തിന്റെ കസേര കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് മോഡിയും അമിത്ഷായും ഒഴിവല്ല. അള്ളാഹ് വിചാരിച്ചത് ഈ 15 കൊല്ലം ഓർക്ക് കൊടുക്കാനാണ്. കാരണം അത്ര മുന്തിയ മുതലാണ് ഇന്ത്യയിൽ ഇപ്പൊ ജീവിക്കണം നമ്മളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അള്ളാഹനെ കുറ്റപ്പെടുത്തിയിട്ടോ മോഡിക്കെതിരെ നമ്മൾ പള്ളിന്റെ മിഹ്റാബ് നിൽക്കൂല, അള്ളാഹ് കുടുങ്ങൂല. അള്ളാഹ് അത് കണ്ടുനിട്ടുന്ന ഒരു പേടി അള്ളാഹ് പിടിക്കൂല. എന്തുകൊണ്ട്? നമ്മളിൽ ധർമ്മം ഇല്ല. അപ്പൊ പിന്നെ നമ്മളെ ഭരിക്കാൻ ഇവനേക്കാൾ നെറികെട്ട ഒരുത്തനെ വേറെ തരാനില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞു പറ്റിയിട്ടില്ലേ? അള്ളാഹനെ കൊടുത്തേക്കുള്ളത് അധികാരം നീ പറിച്ച് ഊരിയെടുക്കുന്നതാണല്ലോ. നീ വിചാരിച്ചവരുടെ കരങ്ങളിൽ നിന്ന്, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, അവരുടെ ചിന്തയിൽ നിന്ന്, അവരുടെ എല്ലാ കോട്ടകത്തളങ്ങളിൽ നിന്നും അധികാരം നീ ഊരിപ്പറിച്ചെടുക്കുന്നതാണ്. കൊടുക്കുന്നത് നീയാണ്, തിരിച്ചു വാങ്ങുന്നതും നീയാണ്. നീ വിചാരിച്ച ആളുകൾക്ക് എന്നുമെന്നും ഉയർച്ചയും അഭിമാനവും പ്രൗഢിയും ഇസ്സത്തും പ്രതാപവും നൽകുന്നവനാണ്. നാലാള് സ്തുതി പാഠവം നടത്തിയത് കൊണ്ടൊരു മനുഷ്യൻ മാന്യനാവുകയില്ല. നീ വിചാരിച്ച ആളുകൾക്ക് നീ അഭിമാനം കൊടുക്കുന്നവനാണ്. നീ അസീസാണ്, നീ മുഇസ്സാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാമങ്ങളാണ് യാ അസീസു യാ അല്ലാഹ്, പ്രതാപിയായ അല്ലാഹ്, യോഗ്യനായ അല്ലാഹ് എന്ന് മാത്രമല്ല അള്ളാഹ്ക്ക് നാമമുള്ളത് യാ മുഇസ്സു യാ അല്ലാഹ്. നീയാണ് പ്രതാപം കൊടുക്കുന്നവനും, നീ സ്വയം പ്രതാപിയാണ്, നീ സ്വയം അഭിമാനമുള്ളവനാണ്, നീ അസീസാണ്, യോഗ്യനാണ്, സമർത്ഥനാണ്. നീ വേണ്ടവർക്ക് അഭിമാനം നൽകുന്ന യാ മുഇസ്സു യാ അല്ലാഹ്, അഭിമാനം കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രൗഢിയും പ്രതാപവും നൽകുന്നവനേ. യാ റാസിഖു യാ അല്ലാഹ്, നീ ആവശ്യമനുസരിച്ച് കൊടുക്കുന്നവനാണ്. മാത്രമല്ല യാ റസ്സാഖു യാ അല്ലാഹ്, വിചാരിച്ചവർക്ക് വിചാരിക്കാത്ത വഴികളിലൂടെ, നീ വിചാരിച്ചവർക്ക് അവർ വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഇഷ്ടമുള്ളതെല്ലാം വല്ലാതെ നൽകുന്നവനാണ്. യാ ഗനിയ്യു യാ അല്ലാഹ്, നീ ഐശ്വര്യവാനാണ്, പ്രതാപിയാണ്.
എല്ലാവരെക്കാളും സൃഷ്ടിജാലങ്ങളിലേക്ക് ആവശ്യമില്ലാതെ ആവശ്യം തീർന്നവനാണ് വനിയാണ്. വനിയിന്റെ അർത്ഥം എന്താണ്? മുതലാളി എന്നല്ല. ഒരാളിലേക്കും ആവശ്യമില്ലാത്തവനാണ്, ആവശ്യം തീർന്നവനാണ്. അല്ലാഹു വനിയുൻ അനിൽ ആലമീൻ. ഈ ലോകത്ത് സൃഷ്ടിജാലങ്ങളിലേക്ക് സകല ലോകത്തിലേക്കും ആവശ്യമില്ലാത്തവനാണ്. നമ്മളെ നിസ്കാരം കിട്ടിയില്ലെങ്കിലും അള്ളാഹ്ക്കൊന്നും വരാനില്ല. അള്ളാഹ്ക്ക് നമ്മുടെ നിസ്കാരം കിട്ടിയാലും ഒന്ന് ഏറാനും പോകുന്നില്ല, കിട്ടിയില്ലെങ്കിൽ കുറയാനും പോകുന്നില്ല. അള്ളാഹു വനിയാണ്, സ്വയം പര്യാപ്തനാണ്. മാത്രമല്ല യാ മുഗ്നി യാ അല്ലാഹ്, മറ്റുള്ളവർക്ക് സ്വയം പര്യാപ്തത കൊടുക്കുന്നവനും നീയാണ്. അല്ലാഹുവിന്റെ ഇസ്മിൽ വളരെ ചുരുക്കമായി ഇത്തരം പേരുകൾ: വനിയ്, മുഗ്നി, റാസിഖ്, റസാഖ്, അസീസ്, മുഇസ്. മറ്റൊന്നു കൂടിയുണ്ട്, പര്യായപദങ്ങളില്ലാത്ത മറ്റൊന്ന്. നീ സ്വയം നിന്യനാണ്, മറ്റുള്ളവരെ നിന്യനാക്കുന്നവനാണ്. അവിടെ ഇല്ല. യാ മുദില്ലു യാ അല്ലാഹ്, നീ മറ്റുള്ളവരെ നിന്ദിക്കുന്നവനാണ്. നീ ഒരാളെ നിന്ദിക്കാൻ വിചാരിച്ചാൽ അടച്ചിട്ട മുറിക്കകത്ത് നിന്ന് പോലും അവനെ വഷളാക്കാൻ കഴിയുമല്ലോ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. നാവ് തുറന്ന് പറ മുഹമ്മദ് മുസ്തഫ. ഇത് 8ാമത്തെ സ്വലാത്ത് വാർഷികത്തിലാണ് ഞാൻ ചൊല്ലിപ്പിക്കുന്നത്. എന്തിനാണെന്നറിയോ? നാളെ സിറാത്ത് പാലത്തിൽ വരുന്ന സമയത്ത് ഈ പാവപ്പെട്ട സാധുവായ ദുർബലനായ ഞാനും വരും. മുമ്പിലോ പിമ്പിലോ നിങ്ങളും ഉണ്ടാകും. ഈ സ്വലാത്ത് ചൊല്ലിപ്പിച്ചതിന് നാളെ നിങ്ങൾക്കും രക്ഷപ്പെടാം, ചൊല്ലിയതിന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാം. ആ വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എന്തേ മോഡി ഇറങ്ങാത്തത്? നമ്മളെ വോട്ട് കുറഞ്ഞിട്ടല്ല. നീ വോട്ട് കൂടിയാലും ശരി, പടച്ചോൻ വിചാരിക്കാൻ 2029 വരെ ആ മൂപ്പർ അവിടെ നിന്ന് ഇറങ്ങണ്ട. ഇന്ത്യന്റെ പ്രസിഡന്റ് അല്ലേ, ഇന്ത്യന്റെ പ്രധാനമന്ത്രിയല്ലേ? നമ്മൾ അവർക്ക് ശാപം തുറക്കിട്ട് കയറണ്ടോ? അത് കേറ്റിയതാരാ? അല്ലാഹു. നീ ഇറക്കേണ്ടതാരാ? രാഷ്ട്രീയക്കാരാ. അത് അവിടെ വെക്കുക, ആ തുരുപ്പ് ഷീട്ട് അവിടെ വെക്കുക. എങ്കിൽ നമ്മളെ വോട്ടുണ്ട് പോയി. വോട്ടൊക്കെ ഒരു കാരണം മാത്രം. അല്ല വിചാരിക്കാണ് തോറ്റിട്ടും മന്ത്രിയായ ആളല്ലേ PM സഈദ് നവ്വറല്ലാഹു മർഖദ, ലക്ഷദ്വീപിന്റെ ആധുനിക പ്രൗഢിയുടെ ശില്പി. ബഹുമാനപ്പെട്ട PM സഈദ് സാഹിബ് എന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട നൂലും വെള്ളവും മന്ത്രിച്ചു കൊടുക്കുന്ന മന്ത്രിയായിരുന്നു. ക്യാബിനറ്റ് മന്ത്രിയായി, വിദ്യാശക്തി മന്ത്രിയായില്ലേ? അവസാനം പാർലമെന്റിൽ ലക്ഷദ്വീപുകാർ തോൽപ്പിക്കാൻ തീരുമാനിച്ചു, തോൽപ്പിച്ചു. അപ്പോഴാണ് സർക്കാർ പറഞ്ഞത് PM സഈദ് ഈ വർഷമല്ലേ തോറ്റത്, മൂപ്പരെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. പേര് പോലെ സഈദാണ്. ഞാൻ തമാശ പറഞ്ഞല്ല. വോട്ട് കൊണ്ടേ രക്ഷപ്പെടൂ എങ്കിൽ തോറ്റിട്ടും മന്ത്രിയായില്ലേ? ആരാതിന്റെ പിന്നിൽ? ആരായതിന്റെ പിന്നിൽ? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്. ഇത് വിശ്വസിക്കാത്ത മനുഷ്യരെ ഉറക്കം കളയണ്ട, പോയി പുതപ്പിട്ട് ഏസിയിട്ട് കിടന്നുറങ്ങിക്കോ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അധികാരം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അധികാരം തിരിച്ചു വാങ്ങുന്നവൻ അല്ലാഹുവാണ്. യോഗ്യതയും പ്രതാപവും നൽകുന്നവൻ അല്ലാഹുവാണ്. യോഗ്യനായ മനുഷ്യനെ നടുറോട്ടിലിട്ട് മറ്റുള്ളവർ പേപ്പട്ടിയെപ്പോലെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നിട്ടുണ്ടോ? അത് മുഴുവനും അല്ലാഹുവിന്റെ കളിയാണ്. എന്തുകൊണ്ടെന്നറിയോ? ബിയദിഹിൽ മുൽക്ക്, അവന്റെ ഉടമസ്ഥതയിലാണ് അധികാരമുള്ളത്. ഇച്ഛിച്ചവർക്ക് അവൻ കൊടുക്കുന്നു, ഇഷ്ടമില്ലാത്തവരിൽ നിന്ന് വാങ്ങുന്നു. ഇഷ്ടപ്പെട്ട ആളുകളെ പ്രതാപിയാക്കുന്നു, ഇഷ്ടമില്ലാത്തവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്ദരും നിസാരരുമാക്കി മാറ്റുകയാണ്. നമ്മളൊക്കെ സുബഹി നിസ്കരിച്ചവരല്ലേ? ഇന്ന് ഖുനൂത്തിൽ എന്തേ നമ്മൾ ദുആ ചെയ്തത്? എന്തേ റബ്ബിനോട് നമ്മൾ ഇന്ന് ദുആ ചെയ്തത്? ഫഇന്നക തഖ്ലീ വലാ യുഖ്ലാ അലൈക്, നീയാണ് വിധിക്കുന്ന സർവ്വവിധി കർത്താവ്. വലാ യുഖ്ലാ അലൈക്, നിന്റെ വിധിയെ മറികടന്നുകൊണ്ട്, നിന്റെ വിധിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിനക്കെതിരെ മറ്റൊരു വിധി പറയപ്പെടില്ലല്ലോ. ഫഇന്നക തഖ്ലീ, നീയാണ് വിധിക്കുന്നവൻ. വലാ യുഖ്ലാ അലൈക്,
ഇന്ന് പ്രഭാതത്തിലെ പ്രാർത്ഥന അതല്ലേ? കൈ ഉയർത്തിപ്പിടിച്ച് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്ത എങ്ങനെയാണ്? ഫഇന്നക തഖ്ളി, നീയാണ് വിധികർത്താവ്, നീയാണ് വിധിക്കുന്നവൻ. വലാ യുഖ്ളാ അലൈക്, നിന്റെ വിധിയെ ഓവർടേക്ക് ചെയ്ത് നിനക്കെതിരെ വിധിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ നിന്റെ വിധിയെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. അടുത്ത വാക്ക് ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക ഫഇന്നഹു, തീർച്ചയായും കാര്യം ലാ യദില്ലു, നിന്ദനോ നിസാരനോ ആകില്ല. ഫഇന്നഹു വഇന്നഹു ലാ യദില്ലു, ഒരിക്കലും അവഹേളിതനാവുകയില്ല, നിന്ദനായി തീരുകയില്ല, ഇൻസൾട്ട് ചെയ്യപ്പെട്ടവനാവുകയില്ല. മൻ വാലൈത്, നീ ഒരാളെ രക്ഷപ്പെടുത്തണമെന്നോ ഒരാളെ സംരക്ഷണം നീ ഏറ്റെടുക്കണമെന്നോ തീരുമാനിച്ചിട്ടുണ്ടോ? നീ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാലോകർ മുഴുവനും വിചാരിച്ചാൽ അവനെ നിന്ദനാക്കാൻ കഴിയില്ലല്ലോ. ഒരാളെ പ്രതാപിയാക്കാൻ കഴിയില്ലല്ലോ. ആരെ? മൻ ആദൈത്, നീ ഒരാളോട് ശത്രുത പുലർത്തുന്നുണ്ടോ? റബ്ബേ, നീ ഒരാളോട് ശത്രുവായി മാറിയിട്ടുണ്ടോ? നിന്റെ ദീനിന് എതിരായി പ്രവർത്തിക്കുമ്പോ നീ ഒരാളോട് ശത്രുത പുലർത്തുന്നുണ്ടോ? മാലോകര് മുഴുവനും വാത്തോരാതെ പ്രശംസിച്ചത് കൊണ്ട്, എല്ലാവരാളും വാക്കുകൊണ്ട്, വാഗ്ധോരണികളെ കൊണ്ട്, പ്രസംഗപീഠത്തിൽ വെച്ച് നൂറുമേനി സാഹിത്യത്തിന്റെ സാമ്രാട്ട് പദങ്ങളെ കൊണ്ട്, വാക്കുകളെ കൊണ്ട് അമ്മാനമാടുന്ന പദപ്രയോഗങ്ങളെ കൊണ്ട് അല്ലാഹു ഒരാളെ നിങ്ങനാക്കാൻ തീരുമാനിച്ചാൽ മൈക്കിന്റെ മുമ്പിൽ ഘോരഘോരം പറഞ്ഞതുകൊണ്ട് ഒരാളെ യോഗ്യനാവുകയും ഇല്ലല്ലോ. നീ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം തലകുത്തി മറിഞ്ഞാലും ആ മനുഷ്യനെ നിന്ദിക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് നബിയെ പറയണേ, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ആ പ്രാർത്ഥന നടത്തിയല്ലോ മുഹമ്മദ് മുസ്തഫ റോമാ സാമ്രാജ്യത്തിനെതിരെ. ആ പ്രാർത്ഥന അല്ലാഹു പറഞ്ഞത് പ്രകാരം ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം, റോമാ സാമ്രാജ്യത്തിനെ ജയിച്ചടക്കപ്പെട്ടല്ലോ. ഏറ്റവും അടുത്ത ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് മേൽ യുദ്ധം ചെയ്തുകൊണ്ട് അവരെ ജയിച്ചുകൊണ്ട് വിജയശ്രീലാളിതനായിക്കൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ കാരണം? അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് അധികാരം വേണോ? നിങ്ങൾ ദുആ ചെയ്തു, ഞാൻ തരാം. പക്ഷെ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യണം. എന്താ ദുആ? ഖുൽ, ദുആ ചെയ്യ്. എന്താ ദുആ?